വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ പേര് ഒരു ഘട്ടത്തിൽ പോലും BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പരിഗണനയിൽ ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM-ഉം കോൺഗ്രസും നടത്തുന്ന കുപ്രചരണങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ജനം TVയോട് പറഞ്ഞു. ആനന്ദ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്നത് മറച്ചുവെച്ചാണ് വ്യാജ പ്രചാരണം. പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണം ശരിക്കും ഒരു ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് വരാത്ത ഒരാൾ BJPയുടെ സ്ഥാനാർത്ഥി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. BJPയിൽ 101 വാർഡുകളിൽ 500-ലധികം പേരുകൾ വന്നിട്ടുണ്ട്. ആ 500-ലധികം പേരിൽ വന്നതിൽ ഒരു പേരായിട്ട് ആനന്ദിൻ്റെ പേര് വന്നിട്ടില്ല. BJPയുടെ സജീവ പ്രവർത്തകനല്ല ആനന്ദ്. BJPയുടെ ഒരു ചുമതലകളും വഹിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു എന്താണ് സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൻ്റെ കാരണം അല്ലെങ്കിൽ മനോവിഷമം എന്താണെന്ന് നമുക്കറിയില്ല. അത് സത്യസന്ധമായി പോലീസ് അന്വേഷിച്ച് കൊണ്ടുവരട്ടെ എന്നാണ് BJPയുടെ നിലപാട്. അത് BJPയുടെ ഈ നഗരസഭയിൽ BJP അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഭയം ഇവരെ കുറച്ച് കാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി. വാർത്തകളുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് CPM-ഉം കോൺഗ്രസും നടത്തുന്നത്, അല്ലേ? കരമന ജയൻ, BJP നേതാവ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്? KP, ഈ ആനന്ദിൻ്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു കുപ്രചരണം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആനന്ദിനെ BJP പ്രവർത്തനാക്കിക്കൊണ്ട് തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിലാണ് ഇപ്പോൾ പ്രതികരണം BJP ജില്ലാ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുക മാത്രമല്ല ചെയ്തത്. ഈ ആനന്ദ് ഒരു ഘട്ടത്തിൽ പോലും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് BJPയുടെ പ്രവർത്തകനേ അല്ല ആനന്ദ്. അതോടൊപ്പം തന്നെ ഈ 101 വാർഡുകളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ 500-ലധികം സ്ഥാനാർത്ഥികളെ, അതായത് പേരുകൾ, സ്ഥാനാർത്ഥികളായിട്ടുള്ളവരുടെ 500-ലധികം പേര് വിവരങ്ങൾ പ്രാഥമിക പട്ടികയിലുണ്ടായിരുന്നു. ഈ പ്രാഥമിക പട്ടിക പരിശോധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ പേര് നോക്കുന്ന സമയത്തൊന്നും ഒരു ഘട്ടത്തിൽ പോലും ആനന്ദിൻ്റെ പേര് അവിടെ ഉയർന്നു വന്നിട്ടില്ല. ആനന്ദുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ നടന്നിട്ടുമില്ല എന്നാണ് ഈ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറയുന്നത്. അതായത് ആനന്ദ് BJP പ്രവർത്തകനേ അല്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ നിലവിൽ നടക്കുന്ന ആരോപണങ്ങൾ, അതായത് ഈ സീറ്റ് നിഷേധിച്ചു എന്നതടക്കമുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പ്രചരിക്കുന്നു. ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമായി വന്നിട്ടുള്ള. അതോടൊപ്പം തന്നെയാണ് അതായത് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയിലൊന്നും ആനന്ദിന്റെ പേര് വന്നിട്ടില്ല, പിന്നെങ്ങനെയാണ് സീറ്റ് നിഷേധിച്ചു എന്ന് പറയാൻ കഴിയുക ആനന്ദ് ചോദിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഉദ്ധവ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തകനായിരുന്നു ഈ ആനന്ദ്. പക്ഷേ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് BJPയുടെ മേൽ പഴിചാരുന്ന ഒരു സമീപനം CPM-ഉം കോൺഗ്രസും സ്വീകരിക്കുന്നത്. കരമനജൻ പറഞ്ഞതുപോലെ തന്നെ CPM വല്ലാതെ ഭയപ്പെടുന്നുണ്ട് BJPയെ. കാരണം മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ നിന്നും ഭരണപക്ഷത്തിലേക്ക് BJP മുന്നേറുകയാണ്. അത്രത്തോളം ജനസ്വീകാര്യതയാണ് BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തടയിടാനുള്ള ഒരു കുതന്ത്രം എന്ന നിലയിൽ തന്നെയാണ് വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഉയരുന്നത്, അല്ലേ? ആനന്ദിന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴിയും ഫേസ്ബുക്കിൽ തന്നെ ഈ ഉദ്ധവ് വിഭാഗം, ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം ആ വിഭാഗത്തിൽ ചേർന്ന് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ ഭാഗത്തു നിന്നുകൊണ്ട്, ഉദ്ധവ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ ആനന്ദ് നടത്തിവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ആത്മഹത്യാക്കുറിപ്പിലടക്കം അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇത് പറയുന്നുമുണ്ട്.
അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ആനന്ദ് ഈ ശിവസേനയുടെ ഉദ്ധവ വിഭാഗത്തിൻ്റെ പ്രവർത്തകരാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ വ്യാജ പ്രചരണങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്, അതായത് കോൺഗ്രസും CPM നടത്തുന്നത്. അദ്ദേഹം തന്നെ അതായത് ശിവസേനയുടെ ഈ ഒഫീഷ്യൽ ഈ സോഷ്യൽ മീഡിയ വിഭാഗത്തിലെല്ലാം ഈ ഫോട്ടോകളുണ്ട്. ആനന്ദിനെ ശിവസേനയിലേക്ക് ആനന്ദ് ശിവസേനയിൽ ചേർന്നതിൻ്റെ ഫോട്ടോകളുണ്ട്. അതോടൊപ്പം തന്നെ ആനന്ദ് തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ശിവസേനയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട്. മാത്രമല്ല ശിവസേനയുടെ ഭാഗമായിട്ട് ആനന്ദ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആനന്ദ് ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇതിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് BJP പറയുന്നുണ്ട്. പക്ഷേ BJPയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ BJP ആണ് ഇത് BJP പ്രവർത്തകനാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും CPM അടക്കം ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ്, വസ്തുതാ വിരുദ്ധമാണ്. കാരണം അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം BJP കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP നഗരസഭ ഭരിക്കും എന്ന നിലയിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ മുന്നേറ്റം BJPയുടെ സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ CPMനും കോൺഗ്രസിനും വലിയ ഭയമുണ്ട്. കാരണം BJP നഗരസഭ പിടിക്കുമോ എന്നൊരു ഭയം ഇവരെ അലട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത്. അത് ഈ ആനന്ദിൻ്റെ ആത്മഹത്യയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുവാൻ CPMും കോൺഗ്രസും ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കരമന ജയനും പറയുന്നത്. ഈ വിഷയത്തിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഒരു ഘട്ടത്തിൽ പോലും, അതായത് ആനന്ദ് എന്ന് പറയുന്ന മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തി BJPയുടെ പ്രവർത്തകനെ അല്ല, ഒരു ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊന്നും ഈ ആനന്ദിൻ്റെ പേര് ഉയർന്നു വന്നിട്ടേ ഇല്ല. പ്രാഥമികമായിട്ടുള്ള ചർച്ചകളിൽ പോലും ഉയർന്നു വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് സീറ്റ് നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ സീറ്റ് നൽകിയില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഈ ഒരു നിലയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് BJPയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ആനന്ദ് ശിവസേനയുടെ പ്രവർത്തകനായിരുന്നു. ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ശിവസേനയുടെ ഭാഗത്ത് നിന്ന് മത്സരിക്കാൻ ശിവസേനയുടെ ഭാഗത്ത് നിന്ന് മത്സരിക്കാൻ നിന്ന ആൾ കൂടിയാണ് ആനന്ദ് എന്നതടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയതായിട്ടാണ്, അതായത് ഈ ആനന്ദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഔദ്യോഗിക പോസ്റ്റുകളിലുമെല്ലാം ഈ ആനന്ദ് ശിവസേനയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് BJPയും പറയുന്നത്.